ഹലോ ഗെയ്സ്. ഗെയ്സ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോമഡിയുള്ള പരിപാടി. ഇപ്പം സ്ഥിരം നമ്മളെ കളിയാക്കുന്ന വ്ളോഗേഴ്സിനെ കളിയാക്കുന്ന ആളുകൾ കളിയാക്കുന്ന ട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയ്സ്, ഹലോ ഗെയ്സ്, എന്നാ ഉണ്ട് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. അതെന്നാന്നോ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ അങ്ങ് വരുന്നതാണ് കേട്ടോ. അപ്പം കൂട്ടുകാരെ അങ്ങനെ പറഞ്ഞാലും മതിയല്ലോ. അപ്പം എൻ്റെ രാവിലെ ബൈക്കുമായിട്ട് ഇറങ്ങിയതാണ്, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ ചെറിയ 2 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നൈസ് ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ആ സൺറൈസൊക്കെ ഒന്ന് ആസ്വദിച്ച് പോരാന്നുള്ള കണക്കൂട്ടില്ല, വെളുപ്പിനെ ഇറങ്ങാന്നുള്ള കണക്കൂട്ടിലാണ് ഇന്നലെ വൈകിട്ട് കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ സത്യം പറഞ്ഞ താമസിച്ച് ഭയങ്കര മടി, നല്ല തണുപ്പല്ലേ ഇപ്പം. അത് കാരണം വെളുപ്പിന് 5 മണിക്കൊക്കെ ഞാൻ അലാറമൊക്കെ വെച്ചാൽ, പക്ഷേ അലാറം അടിച്ചത് നമ്മൾ പിന്നെ ഓഫാക്കിയിട്ട് ഇച്ചിരി നേരം കൂടി സൂഹിക്കാനായിട്ട് കിടക്കുമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും രാവിലെ പോകാനായിട്ട് അലാറം വെച്ച് കഴിഞ്ഞിട്ട് അലാറം അടിച്ച് കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണ് പിന്നെ ഉറക്കത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. അലാറം അടിച്ചിട്ട് കുറച്ച് നേരം കൂടി ഞാൻ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ഒരുങ്ങി വണ്ടിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം സൂര്യനൊക്കെ വന്നു തുടങ്ങി. നമുക്ക് സൺറൈസ് എന്തായാലും കിട്ടുമല്ല. ചെറിയതായിട്ട് വെയിലൊക്കെ അവിടെ നിന്ന് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ചെറിയതല്ല, നല്ലപോലെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഡിസംബർ മാസമല്ലേ. അപ്പം വഴിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വെളുപ്പിനെയാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല തിരക്ക്. സാധാരണ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ വിചാരിക്കത്തുള്ളൂ. രാവിലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കൊന്നും ഇല്ലാത്ത രീതിയിൽ പോകാം, ബ്ലോക്കൊന്നും ഇല്ലാതെ പോകാമെന്നുള്ള കണക്കൂടിൽ എല്ലാവരും അങ്ങനെ ചിന്തിച്ചിട്ട് ഇപ്പം ഈ വഴിക്കൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ രാവിലെ തന്നെ. ഞാനിങ്ങനെ ഭയങ്കര എന്ന് പറയുമ്പോഴത്തേക്കും 2-3 കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഭയങ്കര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കരുത്, അത് വേറെ വാക്കാണ്, അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ട് 1-2 കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്നുള്ളൊരു വാക്ക് ഉപേക്ഷിച്ച് നമുക്ക് സംസാരിക്കാനേ പറ്റുകയുള്ളൂ. നമ്മളൊരു ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഭയങ്കര പൊളിയാണ് കേട്ടോ. പടം അങ്ങനെ ഉണ്ട്, അവിടെ പടം ഭയങ്കര പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഭയങ്കര ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പം ഭയങ്കര ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാനല്ലാതായി പോകും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഈ വീഡിയോ കടയിലെല്ലാം ഇങ്ങനെ ഭയങ്കര വന്ന് കയറുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്ന് കയറുന്നതാണ് കേട്ടോ. എൻ്റെ കുറ്റമല്ല, നമ്മൾ കുഞ്ഞുനാൾ പോലെ ശീലിച്ച ഒരു വാക്കാണ് അങ്ങനെ. ഭയങ്കര എന്ന് മാത്രമല്ല, ഒരുപാട് വാക്കുകൾ അങ്ങനെ ഉണ്ട് നമ്മുടെ ഈ സംസാരത്തിനിടയിൽ. അപ്പം നമുക്ക് എന്നായാലും അങ്ങനത്തെ കുറച്ച് വാക്കുകളൊന്നും ഇല്ലെങ്കിൽ വലിയ പാടാണ്. എന്നാ പറയുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ഞാൻ നേരത്തെ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നും നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാഞ്ഞ കാരണം ആ വീഡിയോ ഒന്നും റീച്ച് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ആ സ്ഥലം അങ്ങ് റീച്ചായി. സ്ഥലം നല്ലപോലെ വൈറലായിട്ട് ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളും, അവിടുത്തെ ഇഷ്ടംപോലെ വ്ളോഗുകളും റീൽസുകളും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറിയായിരുന്നല്ലോ. ബ്രേക്ക് പാഡ് മാറിയതിന് ശേഷം വണ്ടിക്കൊരു ഇത് കിട്ടത്തില്ല, വണ്ടി ടയറിന് ചെറിയതായിട്ട് പിടുത്തമുണ്ട് കേട്ടോ. അപ്പം ഞാനത് വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതൊരു കുറച്ച് കിലോമീറ്റർ ഓടുന്നോളം വരെ അത് ചെറിയൊരു ടൈറ്റ് കാണിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്കറിയില്ല, എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഓടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും അവർ പറഞ്ഞ പ്രകാരം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 500 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേക്കിനും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത്. നല്ല റോഡാണ് കേട്ടോ. നല്ല റോഡെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് വണ്ടി ഇങ്ങനെ ഓടിക്കാൻ. ഇതിൽ തിരക്കൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഒരു ഉച്ചയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് എന്തായാലും നല്ല തിരക്കും ബ്ലോക്കുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയും വിട്ടടിച്ച് പോരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തായാലും നല്ല തിരക്ക് കാണും. അവിടെ മുഴുവനും ആളും ബഹളമൊക്കെ ആയിരിക്കും. വെയിലൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പം ആളുകൾ വെയിലൊക്കെ ആകുന്നത് കാരണം ചിലപ്പോൾ തിരിച്ചിറങ്ങി പോരാൻ ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ വേണ്ട ഈരാറ്റുപേട്ടയായിട്ടുണ്ട്. ഈരാറ്റുപേട്ട നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ. കടകളൊന്നും തുറന്നിട്ടില്ല, പക്ഷേ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാരും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല തിരക്കുണ്ട് റോഡിൽ. എന്നാലും നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ റൈറ്റ് കയറി ഒരു പാലം വരും. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തോട്ട് കയറി അങ്ങനെ ഒരു ചെറിയൊരു ഷോട്ടാണ്. അപ്പുറത്തോടെ നമുക്ക് സത്യം പറഞ്ഞാൽ ടൗണിൽ കയറി പോകാൻ പറ്റും. അത് ടൗണിൽ കയറാതെ നമുക്ക് ഇപ്പുറത്തോടെ ടൗൺ ടച്ച് ചെയ്യാതെ കയറി പോകാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
നമ്മളങ്ങനെ തീക്കോയി എത്തിയിട്ടുണ്ട് കേട്ടോ. തീക്കോയിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞെടുത്ത് ഈ റോഡിലാണ് നമുക്ക് പോകേണ്ടത്. ഇല്ലീഗലിലേക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ നേരെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നത്. റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലീഗൽ. ആ പാലം കയറി ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലം കയറി റൈറ്റിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലീഗലിലേക്ക് പോകാം. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ആ വഴി കേട്ടോ. അവിടം വരെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റോഡൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇതേ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് ഇല്ലീഗലിന് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു ചെറിയൊരു ജംഗ്ഷൻ വരും. അവിടുന്ന് റൈറ്റിലാണ് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ ഈ സ്പോട്ടിലേക്കാണ് ചെല്ലുന്ന വഴി. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്കിവിടുന്ന് പറപ്പിച്ച് പോകാം, കാരണം ഇവിടെ നിന്നൊരു തിരക്കോ കാര്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ ക്രോസ് ചാടുമോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവന്മാരാണ് വിഷയം. ഈ വണ്ടി ഓപ്പോസിറ്റ് വരുന്നതോ വലിയ കാറോ ലോറിയോ ടിപ്പറോ ഒന്നും അല്ല വിഷയം. ഈ പട്ടിയും പൂച്ചയും കോഴി അണ്ണാങ്കുഞ്ഞ് ഇവന്മാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ്. ഇവന്മാർ ഓടി ചില പൂച്ചയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കി നിൽക്കും. അടുത്ത് നമ്മളിങ്ങനെ നീ അടുത്ത് വാടാ ഞാൻ ചാടാമെന്നും പറഞ്ഞ് നിൽക്കുന്നത്. അടുത്ത് വരുമ്പോൾ ഒരു ഒറ്റ ചാട്ടം ചാടും. അങ്ങനെയുള്ളവന്മാരെ സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെയുള്ളവന്മാരെ കണ്ട് ഞാൻ അന്നേരം സ്ലോ ചെയ്തേക്കും. നമ്മളെവിടാ നിൽക്കുന്നു നോക്കി. ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. നല്ല തിരക്കാണ് ഗെയ്സ്, ഫുള്ളാൾ, നിറച്ചു ആളാണ് കേട്ടോ. പക്ഷേ ആൾക്കാരെ ആരും ഇവിടെ കാണാനില്ല, എല്ലാവരും ആ കുന്നിൻ്റെ മുകളിലാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഗോപ്രോ ഓഫായിപ്പോയി, അത് ഓണായില്ല. കുറച്ച് ചാർജ് കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫുള്ള് അവിടെ കൊണ്ട് തീർന്നു. നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ എടുക്കുന്ന കാരണം പെട്ടെന്ന് നമ്മുടെ ബാറ്ററി ഡൗൺ ആയിപ്പോവും. അത് കാരണം ഞാൻ ഇന്ന് പവർ ബാങ്ക് എടുത്തില്ല, അതാണ് ഓഫായി പോയത്. അത് കാരണം ഇങ്ങനെ വന്ന് കയറുന്ന വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അത് കാരണം ഒരു സുഖമില്ല എന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ. ഇതുണ്ടാവും ഫുള്ള് ബൈക്കാണ് കേട്ടോ, ബൈക്കും കാറും ഒക്കെ ഉണ്ട്. പക്ഷെ അത്ര ആളുകളൊന്നും താഴെയില്ല, ഒരാൾ പോലും ഇല്ല ഈ താഴെ. എല്ലാവരും ആ കുന്നിൻ്റെ മുകളിലുണ്ട്, നമുക്കും കയറാം കേസ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അത് കാരണം നല്ല വൈഡായിട്ടുള്ള ഒരു ആംഗിൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ പരിപാടിയാണ്. ഇന്ന് അഡ്വഞ്ചറൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നേരെ ഇങ്ങോട്ട് പോരും. എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, എന്നാ പറയുന്നത്, ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഇവിടെ താഴെ വന്നിട്ട് ഒരു ചായ കുടിച്ച് നോക്കിയതേ, ഭയങ്കര കയറ്റം കയറിയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ കുത്തനെയാണ് കയറ്റം, നല്ല കയറ്റമാണ്. കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ എനിക്ക് മടുത്തു. ഒറ്റയ്ക്കുള്ള കാരണമേ ഭയങ്കര നമ്മൾ പിന്നെ എന്തായാലും ഇവിടെ കയറിയിട്ടേ പോവുള്ളൂ. നല്ല കയറ്റം, അതായത് നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി പോകുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു നിരപ്പൊന്നുമില്ല. ഇവർ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ ഈ കയറ്റത്തിൻ്റെ ആ ഒരു ഡെപ്ത്. നോക്കി താഴെ വന്നിട്ടേ ആ കടയൊക്കെ ഉള്ള സ്ഥലമില്ല, നമ്മൾ വണ്ടി വെച്ച ഭാഗം, അവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാൻ. ചായ കുടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാൻ കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒന്നും ആൾക്കാരെ കാണാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർ മുഴുവനും ഇതിൻ്റെ മുകളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഒരാളെ പോലും ഞാനിതുവരെ കണ്ടില്ല. രണ്ട് മൂന്ന് പേര് തിരിച്ചിറങ്ങി പോവുകയും കുറച്ച് പേര് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങ് മുകളിലൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതുകൊണ്ട് ഭയങ്കര കയറ്റമാണ്. നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ ഈ പുല്ലിനകത്തൊക്കെ പിടിച്ച് ആട് നിൽക്കുന്നുണ്ടോ? ആടിങ്ങനെ ഈ പുല്ല് തിന്നാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടോ ഞാനിവിടെ അങ്ങ് ഇരുന്ന്, എനിക്ക് വയ്യ. ഇത് കണ്ടോ, നമ്മളവിടെ നിന്ന് വന്ന വഴിയാ, നമ്മൾ ആ വണ്ടി വെച്ചേക്കുന്ന അവിടെ കേട്ടോ. ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി പോകുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഇനിയും പോകാനുണ്ട്, ഇത് മുകളിലോട്ട് ഒത്തിരി ദൂരം ഉണ്ടെന്നൊക്കെ, നല്ല പാടാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഇരിപ്പുണ്ട്, അതാണ് വേറൊരു വിഷയം. ഹെൽമെറ്റ് താഴെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിൽ എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ മലയുടെ സൈഡിലൊക്കെ ആട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കത്തില്ലേ ചെരിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് കേട്ടോ. നേരെ താഴോട്ട് പോയാൽ പോയി കേസ്. നേരെ നോക്കിയ മണ്ടലോട്ട് അങ്ങനെയാണ് നമുക്ക് കയറി പോകണം കേട്ടോ.
ഞാൻ വീണ്ടും ഇരുന്ന് കേട്ടോ ഇവിടെ. അയ്യോ ഇരുന്നിരുന്നല്ലാതെ പറ്റുകയില്ല കേട്ടോ. താഴെ 2 കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് വരണ്ടായിരുന്നു ആ കടയിൽ നിന്ന്. ഞാൻ ഇത്രയും കടുകെട്ടിയാന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നടന്നിറങ്ങി വന്നില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് വരുന്നവർ ഇവിടെയൊക്കെ സൂക്ഷിച്ച് കണ്ടു പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കുഴിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര അഡ്വഞ്ചർ പരിപാടിയാണേ. ഭയങ്കരമായിട്ട് 2 കൈയും 2 കാലും കൊണ്ടല്ലേ കയറിപ്പോകാനൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് കേസ്. അടിപൊളി. അങ്ങോട്ട് നോക്കി. അയ്യോ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. നേരെ ഇപ്പോൾ താഴോട്ട് കുഴിയാണ്, അപ്പുറത്തോട്ടും കുഴിയാണ്, ഇപ്പുറത്തോട്ടും കുഴിയാണ്. എന്നിട്ട് അങ്ങോട്ട് നോക്കി അടുക്കി വെച്ചേക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ഇല്ലിക്കല്ല് കേട്ടോ. നമുക്ക് ആ ഇല്ലിക്കല്ലിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. നമുക്ക് അപ്പുറത്തൊന്നും ശരിക്കും ഇല്ലിക്കല്ല് കാണാൻ വരുന്നവർ അപ്പുറം ദൂരെ മാറി നിന്നിട്ടാണ് കണ്ടിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി അടുത്ത് പോയി കാണാൻ പറ്റും. കുറച്ചും കൂടി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും അലോഡൊന്നും അല്ലെന്നേ. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരെ കയറ്റി വിടുന്നത് നിരോധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കാണാൻ വരുന്നവർ നേരത്തെ വന്ന് കണ്ടച്ചു പോകും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ മറ്റേ കമ്പി വേലി കെട്ടി അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഒരു നഗ്ന സത്യം പറയട്ടെ, നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. മൊത്തം കോഴിക്കോടും പിന്നെ കണ്ണൂരും മലപ്പുറത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ ഈ കുന്നിൻ്റെ മുകളിൽ വന്ന് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി, അത്ഭുതം തോന്നി. ഇത് കണ്ടതേ ഇങ്ങോട്ട് നോക്കി, നമ്മളിത് ഏറ്റവും ടോപ്പിലാണ് കേസ്, ഏറ്റവും ടോപ്പ്. കാരണം ഇല്ലീഗലിനേക്കാളും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇല്ലീഗലിൽ നമ്മളെക്കാളും താഴെയാണ് നമുക്ക് ഫീൽ ചെയ്യും. ഇതേ അങ്ങോട്ട് നോക്കി, എൻ്റെ പൊന്നെ എൻ്റെ പൊളിയാ. ഇവിടെ മുകളിൽ ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ഉറക്കെ ഒച്ച വെക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങോട്ട് നോക്കി, ഇതിൻ്റെയൊക്കെ താഴെയൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ കിടന്ന് അലറണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേടിയുണ്ട് കേട്ടോ, പേടിയുണ്ട്, ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. താഴേക്ക് ഭയങ്കര കൊക്കയാണ് ചെയ്തി. നമ്മളിങ്ങോട്ട് കയറി വന്നതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി കിടപ്പുണ്ട്. അത് ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്കിത് അപ്പുറത്തെ മലയിലോട്ട് ചെന്ന് കയറാൻ കേട്ടോ. അങ്ങോട്ട് നോക്കി, വലിയൊരു കുന്നിനകത്തോട്ട് ചെറിയൊരു പാലം പോലൊരു സ്ഥലം. എന്നാ പൊളിയാന്ന് നോക്കിയത്. അങ്ങോട്ട് നോക്കി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഇലീഗാല് കാണാൻ വേണ്ടി വന്നിട്ട് പോകുന്ന ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ. അവരൊക്കെ എന്നാ ദൂരത്താണ് നിൽക്കുന്നു നോക്കി. ആ കുന്നിൻ്റെ മുകളിൽ അവരൊന്നും ഇല്ല. ആ കുന്നിൻ്റെ ആ വലിപ്പം കണ്ടോ. ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ പോയി കേട്ടോ. അവിടെയാണ് ആകെപ്പാടെ ആ നിൽക്കുന്ന സ്പേസേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു പാലം പോലെ അങ്ങോട്ട്. അവിടെ 2 സൈഡിലോട്ടും ഭയങ്കര കൊക്കയാണ് കേട്ടോ. കുഴി കണ്ടോ, കുഴി ഇവിടെ നോക്കി, എന്നാ കുഴിയാന്ന് നോക്കി. ഭയങ്കര പൊക്കത്തില്ല കേട്ടോ. നമ്മളേതാണ്ട് ആകാശത്ത് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ലാത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഞാനങ്ങ് ചായ കുടിച്ചിട്ട് പോയിരുന്നു, എന്ത് ചെയ്യുന്നത്, നഷ്ടമായി പോയത്. അങ്ങോട്ട് നോക്കി, ആ കുന്നിൻ്റെ മുകളിൽ ഭയങ്കര ആൾക്കൂട്ടം നിൽക്കുന്നത് കണ്ടോ. അവിടെയാണ് വേലി തിരിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇനി ഇവിടെയും വെക്കും അങ്ങ് താഴെ. ഇങ്ങോട്ട് നോക്കി, ഒരാൾ നടന്നു പോകുന്നുണ്ടോ. ആ പറഞ്ഞ ആ പാലം പോലെ കിടക്കുന്ന സ്ഥലത്തൂടെയാണ് കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും. ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ അത്രയേറെ സൂക്ഷിച്ചും കണ്ടൊക്കെ വരാവുള്ളൂ. ഈ എന്നാ പറയുന്നത്, ഈ വെപ്രാളമുള്ള ആൾക്കാരും പേടിയുള്ള ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അവരാ നിൽക്കുന്ന കുന്ന് കണ്ടോ, ഒരു 10-15 പേരോളം ഉണ്ട് ആ കുന്നിന്റെ മുകളിൽ കേട്ടോ. അവിടെ മറ്റേ വെയിൽ തിരിച്ചു വെച്ചേക്കുക. അപ്പൊ ആ ആൾക്കാരെ വെച്ചിട്ട് ആ കുന്നിന്റെ ആ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ വലിപ്പം ഒന്ന് നോക്കി. അയ്യോ പൊളി. ഞാനതിലും പതുക്കെ തിരിച്ചിറങ്ങട്ടെ. ഇവിടുന്ന് 1 മണിക്കൂറുണ്ടായിരുന്നു. അവിടുന്ന് ഈ മുകളിൽ വന്ന് കയറാൻ വേണ്ടി 1 മണിക്കൂർ 1.5 മണിക്കൂറോളം എടുത്തായിരുന്നു കേട്ടോ. തിരിച്ചിനി ഇനിയും അതുപോലെ തന്നെ അത്ര സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങേ അറ്റത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ അപ്പുറ സൈഡിലാണ് പോയത്. ഇനി നമ്മളിത് ബാക്കി വശത്ത് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി വെച്ചിരിക്കുന്ന ആ റോഡും കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന റോഡാണ് കേട്ടോ അത്. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡാണ് ആ കാണുന്നത് താഴെ. ഇവിടെ നോക്കി, ആ താഴെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ട് ഇത്രയും ദൂരം നടന്ന് കുന്ന് കയറി വന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. ഭയങ്കര ഒരു അഡ്വഞ്ചർ പരിപാടി, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും കേട്ടോ. കാരണം അങ്ങ് താഴെ വരെ ഇനിയും വരാൻ പറ്റുള്ളൂ കുറച്ചാളും കൂടി കഴിഞ്ഞാൽ. അവിടെ ഗേറ്റ് ഇട്ട് അവർ പൂട്ടി ബ്ലോക്ക് ചെയ്യും ഇങ്ങോട്ട് കയറുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ്. ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്നൊരു പരിപാടി. ഭയങ്കര ഒരു അനുഭവമായി പോയി കേട്ടോ. ഞാൻ ചിലപ്പോൾ അങ്ങ് ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയേനമായിരുന്നു. അവിടെ നിന്ന് ആരെയും കാണാതെ വന്നുകൊണ്ടാണ് എനിക്കും കയറാൻ പറ്റിയത് കേട്ടോ. ഞാൻ ഏറ്റവും താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 മണിക്കൂറേ എടുത്തുള്ളൂ. പക്ഷേ കയറിപ്പോകാൻ എനിക്ക് 1.5 മണിക്കൂറോളം എടുത്തായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത്യാവശ്യമായിട്ട് ഈ കാണുന്ന 2 കടയുണ്ട്. ഇവിടുന്ന് നിങ്ങൾ അത്യാവശ്യമായിട്ട് 2 കുപ്പി വെള്ളം മേടിച്ച് കൈ കരുതിക്കുക. അല്ലെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. നമ്മൾ ഇച്ചിരി ദൂരെ ഉള്ളതെന്ന് കരുതി കയറിപ്പോയി കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടും. ദാഹിച്ച് പണ്ടാര തുടങ്ങി പോകും. ഇപ്പോൾ സമയമായാലും 9:45 ഞാൻ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം പെട്ടെന്ന് പോരും. ഇവിടെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു സ്ഥലമായതുകൊണ്ട്. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ എല്ലാവർക്കും ബായ്.